നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധിയും തീരുകയാണ്. അപ്പോൾ അതിനിടെ തിരക്കിട്ട ചില തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗമൊക്കെ ചേർന്ന് എടുത്ത് പുറത്തിറക്കിയിരുന്നു. പക്ഷേ ആ യോഗ തീരുമാനങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം നടപ്പാകില്ല. അതിൽ പലതും എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അതിന് തടയിട്ടിരിക്കുന്നത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ തന്നെയാണ്. കാലാവധി തീരാനിരിക്കെ സർക്കാർ നടത്തിയ നിയമനങ്ങൾ പിടിച്ചുവച്ചിരിക്കുകയാണ് ഗവർണർ. നിയമനങ്ങളിൽ ഗവർണർ ഒപ്പുവച്ചില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, തദ്ദേശ ഓംബുഡ്സ്മാൻ, സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർ, PSC അംഗങ്ങൾ തുടങ്ങിയ നിയമനങ്ങൾ ഇതുവരെ ഗവർണർ അംഗീകരിച്ചിട്ടില്ല. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, സംസ്ഥാന സർക്കാരിന്റെ അവസാന കാലത്ത് തിരക്കിട്ടെടുത്ത നിയമനങ്ങൾ പ്രതിപക്ഷ വിമർശനത്തിനടക്കം ഇടയാക്കിയിരുന്നു. എന്തായാലും അതൊന്നും ഇപ്പോൾ തൽക്കാലം നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല, അതിനുള്ള സാധ്യതയുമില്ല. ജിൽസി, അതായത് ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ തൊട്ട് തലേ ദിവസവും അന്നത്തെ ദിവസവും ആണ് പല നിയമനങ്ങളും സർക്കാർ നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം, ഒപ്പം തന്നെ ഇൻഫർമേഷൻ ഓഫീസർ നിയമനം, തദ്ദേശ ഓംബുഡ്സ്മാൻ നിയമനം, ഒപ്പം തന്നെ രണ്ട് PSC അംഗങ്ങളുടെ നിയമനം, ഇങ്ങനെയുള്ളതാണ്. അതിനു പുറമെ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റിലേക്കും ഒപ്പം തന്നെ ഉന്നതാധികാര ബോഡികളിലേക്കും ഉൾപ്പെടെ പലരെയും സർക്കാർ നിയമിച്ചിരുന്നു. സാധാരണഗതിയിൽ അത്തരം നിയമനങ്ങൾ നടക്കുന്നതാണ്. പക്ഷേ ഇതിൽ ചില പരാതികൾ അത് ഗവർണർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനമാണ് നിലവിൽ എന്തായാലും ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇക്കാര്യത്തിൽ ഒപ്പുവെക്കാതെ മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത സർക്കാരിന്റെ കാലാവധി വരുന്ന സമയത്ത് അവർ പുതിയ നിയമനം ഒരുപക്ഷെ നൽകിയാൽ അത് അംഗീകരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ നിയമനം ഈ സർക്കാർ തന്നെയാണ് തുടരുന്നതെങ്കിൽ ഇതേ നിയമനം വീണ്ടും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഉള്ള കത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനാണ് സാധ്യത. എന്തായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ഉത്തരവുകൾ നടപ്പിലാക്കേണ്ട എന്നുള്ളതാണ് നിലവിൽ ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഉത്തരവുകൾ എല്ലാം പിടിച്ചുവെക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ടത് തദ്ദേശ ഓംബുഡ്സ്മാനായി മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു P. ജോസഫിന്റെ പേരാണ് സർക്കാർ ഉത്തരവായി ഇറക്കിയത്. അതിൽ നിലവിൽ എന്തായാലും ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ഒപ്പം തന്നെ ഇൻഫർമേഷൻ ഓഫീസറായി M. ഹരിലാൽ, മുൻ DYFI നേതാവ് കൂടിയാണ് M. ഹരിലാൽ, അദ്ദേഹത്തിന്റെ പേരാണ് നിലവിൽ ഉത്തരവായി സർക്കാർ ഇറക്കിയിരിക്കുന്നത്. അതിലും നിലവിൽ ഗവർണർ എന്തായാലും ഒപ്പുവെച്ചിട്ടില്ല. ഒപ്പം PSC അംഗങ്ങളായി കേരള കോൺഗ്രസ് SLന്റെ പ്രതിനിധിയായി I. ശിഹാബുദ്ദീൻ, ഒപ്പം തന്നെ CPIയുടെ പ്രതിനിധിയായി അജയ് കുമാർ എന്നിവരുടെ പേരായിരുന്നു ഇറക്കിയിരുന്നത്. പക്ഷേ അതിൽ ഗവർണർ നിലവിൽ ഒപ്പുവെച്ചിട്ടില്ല. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി KG സനൽകുമാർ, അദ്ദേഹം ജില്ലാ ജഡ്ജിയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ അനുമതി കൂടി വാങ്ങിയ ശേഷം മാത്രമേ നിയമനം നടത്താൻ കഴിയുള്ളൂ എന്നതാണ് ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ നിലവിൽ കുസാറ്റ് സർവകലാശാലയിലും കൊച്ചിൻ സർവകലാശാലയിലും ഉൾപ്പെടെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ കൂടി നിയമിച്ചിരുന്നു. നിലവിൽ എന്തായാലും VC-മാർ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഇനി അടുത്ത സർക്കാരിന്റെ കാലാവധി വന്നാൽ മാത്രമേ അത്തരത്തിലുള്ള നിയമനങ്ങൾ നടപ്പിലാക്കേണ്ടൂ എന്നുള്ളതാണ് നിലവിൽ ഗവർണറും ഒപ്പം തന്നെ VC-മാരും ഒക്കെ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാനമായും യൂണിവേഴ്സിറ്റി ഫോറം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എന്തായാലും ലോക്ഭവനും ഒപ്പം തന്നെ VC-മാരും ഒക്കെ കടന്നിട്ടുള്ളത്. ജിൽസി, ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.